സോ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നത് ലിങ്ക്ഡിനിൽ ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ജനറലി നമുക്ക് നോട്ടീസ് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ. ഇനി ഒരു ക്രെഡിബിലിറ്റി നമുക്ക് എങ്ങനെ പരിശോധിക്കാം എന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഒരു ഓഫർ വരുന്നു, അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ എൻക്വയറി വരുന്നു, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നു, ഇങ്ങനെയുള്ള ആ സിറ്റുവേഷൻസിൽ ഇവർ ക്രെഡിബിൾ ആണോ, നല്ലൊരു സ്ഥാപനമാണോ, ജെന്യുവൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നതുകൂടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന വ്യക്തിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കുക. ആ പ്രൊഫൈൽ ജെന്യുവൻ ആണോ എന്ന് അറിയാനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, പ്രൊഫൈൽ കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആണോ, പുള്ളിയുടെ പേര്, ഹെഡ്ലൈൻ, എബൌട്ട്, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, ഇതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ഒരു കവർ ഫോട്ടോയും എക്സ്പെഷ്യലി പ്രൊഫൈൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. രണ്ട്, നമ്പർ ഓഫ് കണക്ഷൻസും അതുപോലെ പുള്ളി എൻഗേജ്മെൻറ്റ്സ്. നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, പ്രൊഫൈലിൽ നിന്ന് താഴേക്ക് എത്തുന്ന സമയത്ത് ആക്ടിവിറ്റി എന്നൊരു ഭാഗം കാണാം. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റ്, നമ്മൾ റീഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ, നമ്മൾ ചെയ്യുന്ന ലൈക്ക്, കമൻ്റ് ഒക്കെ കാണാൻ പറ്റും. സോ കണക്ഷൻസിന് നമ്പർ തീരെ കുറവാണ്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, കമൻ്റ് ഇല്ല, പോസ്റ്റ് ഇല്ല, ഷെയറിലൊന്നുമില്ല എന്നൊരു സിനാരിയോ ആണെങ്കിൽ അതൊരു ഡ്രോബാക്ക് ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പുള്ളി ആക്റ്റീവായിട്ടുള്ളൊരു ലിങ്ക്ഡിൻ യൂസർ ആണ്, കണക്ഷൻസ് ഉണ്ട്, പോസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു സിനാരിയോ ഒക്കെ ആണെങ്കിൽ പൊതുവെ അതൊരു ജെന്യുവൻ പ്രൊഫൈൽ ആയിരിക്കും. അതോടൊപ്പം രണ്ട് കാര്യം കൂടി ചെക്ക് ചെയ്യാം. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഈ പേരിനൊപ്പം ഒരു വെരിഫൈഡ് ബാഡ്ജ് വരും. അത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒരു വോട്ടേഴ്സ് ID പോലുള്ള ഒരു ഓതറൈസ്ഡ് ID നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അസസ്മെൻറ്റിലാണ് വരിക. സോ അതാണെങ്കിൽ ഇതൊരു ജെന്യുവൻ ആളാണ് എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇപ്പം ഇയാളെ കോൺടാക്ട് ചെയ്യുന്ന, മെസ്സേജ് അയക്കുന്ന ഡീറ്റെയിൽസിനകത്ത് പുള്ളി മെൻഷൻ ചെയ്യുന്ന സ്ഥാപനം എടുത്ത് നോക്കുമ്പോൾ ആ സ്ഥാപനം ഇയാളുടെ പ്രൊഫൈലിൽ എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ടോ എന്നും ആ കമ്പനിയുടെ പേജ് എടുത്ത് നോക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനിയുടെ പേജിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്രെഡിബിലിറ്റി നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നാളായിട്ട് ഈ പേജ് ആക്റ്റീവ് ആണ്, ആ കമ്പനിയുടെ പേജുകളിൽ നമുക്ക് പോസ്റ്റുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പോസ്റ്റുകൾ ഉണ്ടോ, കമ്പനി പേജിന്റെ മുകളിൽ തന്നെ ടോട്ടൽ എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ടോട്ടൽ എംപ്ലോയീസിന്റെ ലിസ്റ്റ് വരും, ലിങ്ക്ഡിൻ യൂസേഴ്സ് ആയിട്ടുള്ളവരുടെ. അവരൊക്കെ ഈ കമ്പനി വർക്ക് ചെയ്യുന്നതായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒന്നിച്ച് കാണാൻ പറ്റും. ആ പ്രൊഫൈൽസ് കയറി നോക്കാം, എല്ലാം ജെന്യുവൻ ആയിട്ടുള്ള പ്രൊഫൈൽസ് ആണോ എന്ന് നോക്കാം. ഈ പറയുന്ന ആളുടെ പേരും ആ ലിസ്റ്റിൽ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എത്ര കാലമായിട്ട് ഈ കമ്പനി ഉണ്ട്, എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു പിക്ചർ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻക്ലൂഡിങ് ലൊക്കേഷൻ, വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതിലുണ്ടാവേണ്ടതാണ്. അതേ കണക്ട് ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ലിങ്ക്ഡിൻ അപ്പുറത്തേക്ക് കൂടി നമുക്ക് സെർച്ച് ചെയ്യാം. ഈ കമ്പനിയുടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക തുടങ്ങിയ കാര്യം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മളുടെ പ്രോഗ്രാമിന് വന്നൊരു കുട്ടിക്ക് വന്നൊരു എൻക്വയറി, ഇന്ന് തന്നെ പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുത്തു, ആപ്ലിക്കേഷൻ അയക്കി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊരു സിനാരിയോ. സോ ആ ഒരു സംഭവത്തിൽ നമ്മളത് ട്രാക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പേരും ഹയറിംഗ് അല്ലെങ്കിൽ കരിയർ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊരു ടെക്സ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഗൂഗിളിൽ വന്ന റിസൾട്ടിൽ ഇവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ പേരിൽ ആൾക്കാർ വിളിച്ച് ഫേക്ക് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്, ഞങ്ങൾ വേറെ ഏജൻസീസിനെ യൂസ് ചെയ്യുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് പൈസയും ചോദിക്കുന്നില്ല, ഹയറിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ അത് ലിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടൊരു പേജ് കണ്ടു. അവരുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പം അവരുടെ ആ ഒരു റോളിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടക്കുന്നതും ഇല്ല. സോ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഓൾറെഡി ഒരുപാട് ഇഷ്യൂസ് വരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർ അത് എവിടെയെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുള്ളവർ എവിടെയെങ്കിലും പബ്ലിഷ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയല്ല, ഈ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് നമുക്ക് കാണാം, വെബ്സൈറ്റിൽ നിന്ന് ഇവരുടെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ അടുത്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഒരു വേക്കൻസി ഉണ്ട്, താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യുക. പുള്ളി ഈ പറയുന്ന പോലെ പോസ്റ്റുകളിൽ റെഗുലറായിട്ട് ഹയറിംഗ്, ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യൂ, യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആൾക്കാർ എല്ലാവരും തന്നെ 99.9% ഫേക്കാണ്. അവരവരുടെ പ്രൊഫൈലിന് റീച്ച് കിട്ടാനും മറ്റു പല ഉദ്ദേശത്തിനുമായിരിക്കും ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ മനസ്സിലാവും. ഈ അടുത്ത് അങ്ങനെ ഒരു പ്രൊഫൈൽ കണ്ടു. ഞാൻ ആളുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ലോകത്തുള്ള എല്ലാ ഡെസിഗ്നേഷൻസിലേക്കും പുള്ളി ഹയർ ചെയ്യുന്നതായിട്ടാണ് പുള്ളിയുടെ പോസ്റ്റുകളിൽ മനസ്സിലാവുന്നത്. ഒരു ദിവസം ചുരുങ്ങിയത് പുള്ളി ഒരു 15 പോസ്റ്റെങ്കിലും വിടും. സോ ഉദാഹരണത്തിന് ഇന്ന് രാവിലെ ഇടുന്ന പോസ്റ്റ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്ക് ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്, സാലറി എന്ന് പറയുന്നത് 50 lakhs എബോവ് ആണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യൂ, പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ഐ വിൽ റിവേർട്ട് ടു യു. കഴിഞ്ഞു. അടുത്ത ഒരു മണിക്കൂർ വരുന്നത് ആഫ്രിക്ക ഹോൾ കോണ്ടിനെന്റിലേക്ക് നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്റ്റുപ്പിഡ്. ഓക്കെ, സോ ഇത് വെറും സ്കാമേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോഫാർ ഓൾമോസ്റ്റ് കുഴപ്പമില്ല, പോസിറ്റീവായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു ഫോൺ കോൾ കോൺവെർസേഷന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ച് നോക്കാം. വാട്സാപ്പിൽ അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് മെസ്സേജുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഫോൺ കോളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. ഒന്ന്. രണ്ടാമത്
രണ്ടാമത്തെ കാര്യം, നമ്മളുടെ കമ്പനി പേജിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. സോ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്കൊന്ന് എൻക്വയറി ചെയ്യാം. എനിക്കിങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഇങ്ങോട്ട് വന്നൊരു ഓഫർ ആയതുകൊണ്ട് ജസ്റ്റ് വാണ്ടഡ് ടു കൺഫേം ഇഫ് ദിസ് പേഴ്സൺ ബിലോങ്സ് ടു ദിസ് കമ്പനി ആൻഡ് ഇഫ് ദർ ഇസ് എ വേക്കൻസി എന്ന് നമുക്ക് വളരെ ജെന്റിലായിട്ട് ഇങ്ങനെ ഒരാളുണ്ടോ, ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ്, ഒന്ന് കൺഫേം ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് വിളിക്കാം. സോ വൺസ് അഗെയിൻ ഞാനൊരു കാര്യം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ലിങ്ക്ഡിനിൽ നമുക്ക് ഇങ്ങോട്ട് ജോബ് ഓഫേഴ്സ് വരും. ഒന്ന്, നമ്മുടെ നല്ല പ്രൊഫൈലാണെങ്കിൽ, പ്രൊഫൈൽ എല്ലാ വിവരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനുള്ള സാധ്യത കൂടുതൽ. ഒരു ബ്ലാങ്ക് പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് ഒന്നും ഹയറിങ്ങിൻ്റെ ആവണമെന്നില്ല, ഫേക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഓഫേഴ്സ് ജെനുവിൻലി വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. സോ അങ്ങനെ വരുന്നതെല്ലാം ഫേക്കാണ് എന്ന രീതിയിൽ നിങ്ങൾ ഒഴിവാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അതിനെ വാലിഡേറ്റ് ചെയ്ത് കറക്റ്റ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ധൈര്യമായിട്ട് പോവുക. ഓക്കെ, സോ ഇത്രയും സിമ്പിൾ സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.